നമസ്കാരം. ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു ദിവസം നമ്മുടെ വീടുകളിൽ കണി കാണുന്നവരാണ് നമ്മൾ എല്ലാവരും. എന്നാൽ വിഷു ദിവസം വീട്ടിൽ വിളക്ക് വെച്ച് കണി കാണുന്ന എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. കണി വെക്കുന്നവർ ഞാനിവിടെ പറയുന്ന തെറ്റുകൾ അറിയാതെ പോലും ചെയ്യല്ലേ, അത് ഇരട്ടി ദോഷം ചെയ്യുന്ന ഒന്നാണ്. അത്തരം വീടുകൾ കടം കയറി മുടിയും. ഇങ്ങനെയുള്ള വീടുകളിൽ നിന്ന് ദുഃഖദുരിതങ്ങൾ ഒരിക്കലും മാറില്ല. ഞാനിവിടെ പറയുന്ന വസ്തുക്കൾ ഒരിക്കലും നിങ്ങൾ വിഷുക്കണിയിൽ വെക്കരുത്. ആ വസ്തുക്കളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരുപാട് പേർ അറിയാതെ ഇത്തരം തെറ്റുകൾ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നത്. ഞാനിവിടെ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 10 കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കണി ഒരുക്കുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഈ 10 കാര്യങ്ങളും ഓരോന്നായിട്ട് ഞാൻ പറയാം. ഇതിൽ ആദ്യത്തേത്, നമ്മളെല്ലാം വീടുകളിൽ കണിയൊരുക്കുമ്പോൾ നമ്മൾ കണ്ണാടി വെക്കാറുണ്ട്. ഒരു കണ്ണാടി അങ്ങനെ നമ്മൾ എപ്പോഴും കണിയൊരുക്കുമ്പോൾ വെക്കാറുണ്ട്. വാൽക്കണ്ണാടി ആയിരിക്കാം, വട്ടക്കണ്ണാടി ആയിരിക്കാം, ഏത് രീതിയിലുള്ള കണ്ണാടി ആയാലും നമ്മൾ വെക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ നമ്മൾ കണ്ണാടി വെക്കുമ്പോൾ അത് വക്ക് പൊട്ടിയതോ നിറം മങ്ങിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പുള്ളിക്കുത്തുകൾ വീണതോ ആയിരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള കണ്ണാടികൾ വെച്ചാണ് നമ്മൾ കണി കാണുന്നതെങ്കിൽ അത്തരം വീടുകൾ ഒരിക്കലും ഗതി പിടിക്കില്ല, മറിച്ച് ഇരട്ടി ദോഷം വന്നു ചേരുകയും ചെയ്യും. ഉള്ളതുകൂടി നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. കണ്ണാടി ഇല്ല എങ്കിൽ വെച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ കണ്ണാടി വെക്കാം, പക്ഷേ അത് നല്ല കണ്ണാടി ആയിരിക്കണം. കാലപ്പഴക്കങ്ങൾ കൊണ്ട് ഫ്രെയിം പൊട്ടിയതോ ഇല്ലെങ്കിൽ പുള്ളിക്കുത്തുകൾ വീണതോ നിറം മങ്ങിയതോ ആയ കണ്ണാടികൾ ഒരിക്കലും വെക്കാതിരിക്കാൻ ശ്രമിക്കുക. കണ്ണാടി നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരിക്കലും പഴക്കമില്ലാത്ത, പൊട്ടൽ വീഴാത്ത അല്ലെങ്കിൽ പുള്ളിക്കുത്തുകൾ വീഴാത്ത നല്ല കണ്ണാടി നോക്കി വേണം വെക്കുവാൻ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ വീടിന്റെ മുൻവശത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. കണി ഒരുക്കുന്നതിന് മുമ്പായി തന്നെ നമ്മളുടെ വീടിന്റെ മുൻവശം ഒരുക്കിയിടുവാൻ നിങ്ങൾ ആരും മറന്നു പോകരുത്. രാവിലെ നിങ്ങൾ എല്ലാവരും വിഷുക്കണി കണ്ടതിന് ശേഷം വീടിന്റെ പ്രധാന വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ, ഞാനിവിടെ പറയുന്ന സാധനങ്ങൾ ഒരിക്കലും നിങ്ങൾ കാണുവാൻ ഇടയാകരുത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിറക് കഷ്ണങ്ങളാണ്. വിറക് ഉള്ളി ഒരിക്കലും വീടിന്റെ മുൻവശത്ത് വരുവാൻ പാടില്ല. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അറിയാതെ ചിലപ്പോൾ വീടിന്റെ മുൻവശത്ത് കൊണ്ടുവന്നിടും. വീടിന്റെ മുൻവശത്ത് പൊട്ടിയ ചെടിച്ചട്ടികൾ, വിറക് കൊള്ളി അല്ലെങ്കിൽ കാലിപാത്രങ്ങൾ ഇങ്ങനെ ഉള്ളതൊന്നും കൊണ്ടുവന്ന് ഇടാതിരിക്കുവാൻ, അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് വൃത്തിയാക്കി കളയുവാനായിട്ട് ശ്രദ്ധിക്കുക. പാലൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ വീടിന്റെ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും കാലിപാത്രങ്ങൾ വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കാണാം. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കണിയൊക്കെ കണ്ട് നമ്മൾ വീടിന്റെ മുൻവശത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരിക്കലും പൊട്ടിയ ചെടിച്ചട്ടികളോ വിറക് കഷ്ണങ്ങളോ അല്ലെങ്കിൽ കാലിപാത്രങ്ങളോ കാലിക്കുപ്പികളോ ഒന്നും കാണുവാൻ പാടില്ല. അത് ഇരട്ടി ദോഷം ചെയ്യും എന്നുള്ളതാണ്. അറിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾ ഈ തെറ്റ് ചെയ്യല്ലേ. ആ കണി കണ്ടതിന്റെ ഫലം കൂടി ഇല്ലാതാകുന്ന ഈ തെറ്റ് ഒരിക്കലും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇനി മൂന്നാമത്തെ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണിയൊരുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് പഴവർഗ്ഗങ്ങൾ. ഇങ്ങനെ നമ്മൾ പഴവർഗ്ഗങ്ങൾ വെക്കുമ്പോൾ ഒരിക്കലും കേടായത് വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഒരു പെടല പഴമൊക്കെ വെക്കാറുണ്ട്. അതിനകത്ത് ചിലപ്പോൾ കറുത്ത തൊലിയുള്ള പഴങ്ങളൊക്കെ കാണാം. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുക. കേടായ പഴങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും കണിയിൽ വെക്കരുത്. തൊലി കറുത്തു തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ഒരിക്കലും കണിയിൽ വെക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പഴവർഗ്ഗങ്ങൾ വെക്കുമ്പോൾ നല്ല മഞ്ഞ നിറത്തിലുള്ള പഴവർഗ്ഗങ്ങൾ വേണം വെക്കാൻ, അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള പഴവർഗ്ഗങ്ങൾ വേണം നമ്മൾ വെക്കുവാൻ. പ്രത്യേകിച്ചും ഒരു പെടല പഴം വെക്കുമ്പോൾ നമ്മൾ കറുത്ത തൊലി ഇല്ലാത്ത പഴം വേണം വെക്കുവാൻ. അതുപോലെ തൊലി പോയ പഴങ്ങൾ അങ്ങനെയുള്ളതൊന്നും നമ്മൾ വെക്കുവാൻ പാടില്ല. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എല്ലാവരും കണി വെക്കുമ്പോൾ നമ്മൾ നാണയത്തുട്ടുകൾ വെക്കാറുണ്ട്. ഈ നാണയത്തുട്ടുകൾ എന്ന് പറയുന്നത് ഒരുപാട് കൈമറിഞ്ഞ് നമ്മുടെ കൈകളിൽ വരുന്നതാണ്. അതിനകത്ത് ഒരുപാട് അശുദ്ധിയുണ്ട്. അങ്ങനെ അശുദ്ധിയുള്ള നാണയങ്ങൾ നമ്മൾ ഒരിക്കലും അതേപടി നമ്മൾ കണിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്തരം നാണയങ്ങൾ നമ്മൾ കണി വെക്കുമ്പോൾ ഉപയോഗിക്കാൻ അത് പനിനീരിലോ അല്ലെങ്കിൽ തുളസി തീർത്ഥത്തിലോ നല്ല രീതിയിൽ കഴുകിയെടുത്ത് ഉണക്കിയിട്ട് വേണം വെക്കുവാനായിട്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ശുദ്ധമായ ജലത്തിൽ കഴുകിയെടുത്തതുമാകാം. നമ്മൾ അമ്പലത്തിൽ ദർശനത്തിന് പോകുമ്പോൾ കാണിക്കയിടാൻ കൊണ്ടുപോകുന്ന നാണയങ്ങളും ഇങ്ങനെ ഒന്ന് കഴുകിയിട്ട് വേണം അത് കൊണ്ടുപോകാനായിട്ട്. കണി വെക്കുമ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നാണയത്തുട്ടുകൾ കൈമറിഞ്ഞു വന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള അശുദ്ധിയോ മൂദേവിയോ ഉണ്ട് എങ്കിൽ അത് പോകാനായിട്ട് പനിനീരിലോ തുളസി തീർത്ഥത്തിലോ അല്ലെങ്കിൽ അല്പം ഉപ്പിട്ട ജലത്തിലോ അത് കഴുകിയെടുത്തിട്ട് വേണം നിങ്ങൾ വെക്കുവാനായിട്ട്. അപ്പോൾ ഒരുപാട് കൈമറിഞ്ഞു വരുന്ന ഇത്തരത്തിലുള്ള നാണയത്തുട്ടകളിൽ അശുദ്ധി ഉണ്ടാകാം, മൂദേവി ഉണ്ടാകാം. അപ്പോൾ അല്പം ജലത്തിൽ തുളസിയില ഇട്ടിട്ട് ആ ജലത്തിൽ അത് കഴുകിയെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ നിങ്ങൾ 1-2
തുള്ളി പനിനീരൊഴിച്ചിട്ട് ആ പനിനീർ ഒഴിച്ച വെള്ളത്തിൽ നിങ്ങൾ ആ നാണയത്തൊട്ടുകൾ കഴുകിയെടുക്കാം, അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിൽ നിങ്ങൾക്ക് നാണയത്തൊട്ടുകൾ കഴുകിയെടുക്കാം. അതുപോലെ തന്നെ സ്വർണം വെക്കുന്നവരും നിങ്ങൾ തുളസി തീർത്ഥത്തിൽ ഒന്ന് കഴുകിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ ഇതാണ് നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കണി കാണാൻ വരുമ്പോൾ മുത്തശ്ശനോ മുത്തശ്ശിയോ അമ്മയോ ഒക്കെ നമ്മൾ കണി കാണാനായിട്ട് വിളിച്ചുകൊണ്ടുവരും. അങ്ങനെ വിളിച്ചുകൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ വരുന്ന വഴിയിൽ ഒരിക്കലും മാറാലകൾ കാണാൻ പാടില്ല, മാറാലകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ കണി കണ്ട് തിരിച്ചു വരുമ്പോഴും ഒരിക്കലും നമ്മുടെ ദേഹത്തോ തലയിലോ ഒന്നും മാറാലകൾ വീഴാൻ പാടില്ല, അല്ലെങ്കിൽ മാറാലകൾ കാണുവാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. മാറാലകൾ എപ്പോഴും മൂദേവി സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ മയിൽപീലികളൊക്കെ വെക്കുന്നവരുണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിൽ അവിടെ ഒന്ന് മാറാല പിടിച്ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കി അതൊക്കെ വൃത്തിയാക്കി വേണം തലേ ദിവസം വെക്കുവാൻ. അപ്പോൾ പ്രത്യേകം അറിഞ്ഞിരിക്കുക, മാറാലകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും മഹാലക്ഷ്മി സാന്നിധ്യം, മഹാലക്ഷ്മി പ്രീതി ഒരിക്കലും വേണ്ടത്ര രീതിയിൽ കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ മാറാലകൾ ഒരിക്കലും കണി വെക്കുന്ന സ്ഥലത്തോ കണി കണ്ടു തിരിച്ചു വരുന്ന സ്ഥലത്തോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. തലേ ദിവസം ചൊവ്വാഴ്ച രാത്രി നിങ്ങൾ കണി ഒരുക്കി വെക്കുമ്പോൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി അടിച്ചു തൂത്ത് വൃത്തിയാക്കി ആ ഭാഗങ്ങൾ ഇടുക. അപ്പോൾ ഇന്നും നാളെയുമൊക്കെ ആയിട്ട് വീടും പരിസരങ്ങളുമെല്ലാം നന്നായി അടിച്ചു തൂത്ത് വൃത്തിയാക്കി ഭവനം നല്ല രീതിയിൽ ശുദ്ധിയായി സൂക്ഷിക്കണം. ഇനി ആറാമത്തെ കാര്യം, നമ്മൾ കണി വെക്കുന്ന സമയത്ത് ചവർപ്പുള്ളതോ അല്ലെങ്കിൽ കയ്പുള്ളതോ ആയിട്ടുള്ള ഫലവർഗ്ഗങ്ങളൊന്നും കണിയിൽ വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പാവയ്ക്ക, സവാള, കോവയ്ക്ക തുടങ്ങിയവ ഒന്നും തന്നെ നമ്മൾ കണിയിൽ വെക്കുവാൻ പാടില്ല. ഒരുപാട് പേർ ഇതറിയാതെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ, ഇക്കൂട്ടത്തിലുള്ള പച്ചക്കറികളൊക്കെ എടുത്തു വെക്കും. ഞാൻ പറഞ്ഞല്ലോ, കണിവെള്ളരി പോലുള്ളത് നമുക്ക് വെക്കാം, പക്ഷെ ഇത്തരത്തിലുള്ള ആദ്യം പറഞ്ഞതുപോലുള്ള പച്ചക്കറികൾ ഒരിക്കലും വെക്കുവാൻ പാടില്ല. അപ്പോൾ ഇതാണ് ആറാമത്തെ കാര്യം. ഇനി ഏഴാമത്തെ കാര്യം, നമ്മുടെ വീടുകളിൽ പലതരത്തിലുള്ള ഈശ്വരന്റെ ചിത്രങ്ങൾ ഉണ്ടാകും, വിഗ്രഹങ്ങൾ ഉണ്ടാകും. എന്നാൽ കേട് പറ്റിയ, പൊട്ടിയ അത്തരത്തിലുള്ള ചിത്രങ്ങളൊന്നും തന്നെ നമ്മൾ കണി വെക്കുന്നിടത്ത് കണി വെക്കുമ്പോൾ അത് വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ കീറിയതോ പൊട്ടിയതോ ആയിട്ടുള്ള വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഉണ്ട് എങ്കിൽ അത് കണിയിൽ നിന്ന് ഒഴിവാക്കുക. ഒഴിവാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല. നല്ല ചിത്രങ്ങൾ അല്ലെങ്കിൽ നല്ല വിഗ്രഹങ്ങൾ മാത്രമേ കണിയിൽ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈശ്വരീയ ചിത്രങ്ങൾ വെക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇനി എട്ടാമത്തെ കാര്യം, നമ്മൾ കണി വെക്കുമ്പോൾ ധാന്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമ്മൾ കണി വെക്കുമ്പോൾ വലിയ ഉരുളിയിലോ വട്ടപാത്രത്തിലോ ഒക്കെ അരി അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങൾ നമ്മൾ വെക്കാറുണ്ട്. അങ്ങനെ അരി വെക്കുമ്പോൾ നമ്മൾ ആ വട്ടപാത്രം അല്ലെങ്കിൽ ഉരുളി നിറയെ വെക്കണം എന്നുള്ളതാണ്. ഉരുടയിലോ അല്ലെങ്കിൽ വട്ടപാത്രത്തിലോ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നതിനായി കുറച്ച് അരി മാത്രം നിറച്ചിട്ട് ആ അരി കാണാൻ പറ്റാത്തത്ര രീതിയിൽ നിങ്ങൾ മറ്റ് സാധനങ്ങൾ അതിന്റെ മുകളിൽ വെക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അരി മുകളിൽ കാണുക തന്നെ വേണം. ആ ഉരുളിയിൽ വെക്കുന്ന ധാന്യമാകണം, അരിയാകണം ഏറ്റവും സമൃദ്ധമായി അവിടെ നമ്മൾ കാണേണ്ടത്, നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെക്കുന്ന ഉരുളിയിലോ വട്ടപാത്രത്തിലോ അരി നിറയെ വെച്ചിട്ട് ആ അരിയുടെ ഒരു ഭാഗമെങ്കിലും നമ്മൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം മറ്റു വസ്തുക്കൾ അവിടെ അടുക്കി വെക്കേണ്ടത്, അതിന്റെ മുകളിൽ നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉരുളിയിൽ അല്ലെങ്കിൽ വട്ടപാത്രത്തിൽ അരി വെക്കുമ്പോൾ അത് സമൃദ്ധമായി നിറച്ചു വെക്കണം. അതിന്റെ ഒരു ഭാഗമെങ്കിലും നമ്മൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇനി ഒൻപതാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കണി വെക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ചിത്രവും വിളക്കും നമ്മൾ ഒരു കാരണവശാലും വെറും നിലത്ത് വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു താലമോ ഒരു പീഠമോ അല്ലെങ്കിൽ ഒരു പായോ വിരിച്ചിട്ട് വേണം അതിന്റെ മുകളിൽ നമ്മൾ കത്തിക്കുന്ന നിലവിളക്കും അല്ലെങ്കിൽ വിഗ്രഹവും വെക്കുവാനായിട്ട്, ചിത്രങ്ങളോ വെക്കുവാനായിട്ട്. പലരും പലപ്പോഴും സൗകര്യത്തിന് ഭഗവാന്റെ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ നിലവിളക്കും ഒക്കെ വെറും നിലത്ത് വെച്ച് ഒരുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ കട്ടിയിൽ ഒരു തുണി വിരിച്ചിട്ടോ അല്ലെങ്കിൽ പായ വിരിച്ചിട്ടോ അതല്ലെങ്കിൽ താലമോ പീഠമോ ഒക്കെ ഒരുക്കിയിട്ട് വേണം അതിന്റെ മുകളിൽ വേണം നമ്മൾ വിഗ്രഹങ്ങളും നിലവിളക്കും വെക്കുവാനായിട്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പത്താമതായിട്ട് പറയാനുള്ളത്. നമ്മൾ കണി വെക്കുന്ന ആ സ്ഥാനമുണ്ടല്ലോ, പൂജാമുറിയായിരിക്കാം, അതല്ലെങ്കിൽ പൂജാ സ്ഥാനമായിരിക്കാം, മറ്റേതെങ്കിലും ഭാഗങ്ങളായിരിക്കാം, അവിടെ ഒരിക്കലും കരിഞ്ഞ ഇലകളും മറ്റും ഇരിക്കുന്നത് വളരെയേറെ അശുഭമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദത്തിന്റെ ഇലകളോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇലകൾ, കരിഞ്ഞ ഇലകൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് അവിടെ നിന്ന് എടുത്തു മാറ്റുക. കണി ഒരുക്കുന്നതിന് മുമ്പായി അത് അവിടെ നിന്ന് മാറ്റിയിട്ട് വേണം നിങ്ങൾ കണി ഒരുക്കുവാൻ. കണി കാണുന്ന സമയത്ത് ഈ ഉണങ്ങിയ ഇലകളോ അല്ലെങ്കിൽ കരിഞ്ഞ ഇലകളോ ഒരു രീതിയിലും അവിടെ വരുവാൻ പാടില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പ്രത്യേകിച്ചും കണി ഒരുക്കുന്നിടം നല്ല മഞ്ഞ പൂക്കൾ കൊണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പൂക്കൾ കൊണ്ട് ഒരുക്കി വേണം നമ്മൾ അവിടെ വെക്കുവാൻ.
അപ്പോൾ പ്രസാദം കൊണ്ടുവന്ന പഴയ ഇലകളോ അല്ലെങ്കിൽ ഉണങ്ങിയ പൂക്കളോ ഒന്നും നമ്മൾ ഈ സ്ഥലത്ത് കാണുവാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റുക. ഭഗവാന് ചാർത്തിയ മാലകള് അല്ലെങ്കിൽ മറ്റുള്ള ഇലകൾ എല്ലാം എടുത്തു മാറ്റുക. ഞാനിവിടെ 10 കാര്യങ്ങൾ പറഞ്ഞു. ഈ 10 കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ കണി ഒരുക്കുവാനായിട്ട്. ഇനി പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, വിഷുദിനത്തിൽ പ്രത്യേക പൂജകളുണ്ട്. പ്രത്യേകിച്ച് ലക്ഷ്മി നാരായണ പൂജയുണ്ട്, മഹാവിഷ്ണു പൂജയുണ്ട്, സർവൈശ്വര്യ പൂജയുണ്ട്. ഈ പൂജകളിൽ നിങ്ങൾ എല്ലാവരും, നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും പങ്കുചേരുക. പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക. മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.